അഭിഷേക് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. 3-4 മത്സരാർത്ഥികളെ കുറിച്ചാണ്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അഭിഷേക് പുറത്ത് വന്നപ്പോൾ ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന് അൻസിബയെക്കുറിച്ചും ജിൻഡോയെക്കുറിച്ചും സിജോയെക്കുറിച്ചും അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞ ജാസ്മിൻ ഗബ്രി അവർ പ്രണയമാണോ അത് ഫേക്കാണോ എന്നുള്ളൊരു കാര്യം കൂടെ അബി പുറത്ത് വന്നപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ അബി പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം. അബി ആദ്യം തന്നെ പറഞ്ഞ അൻസിബ നല്ലൊരു മൈൻഡ് ഗെയിമറാണ്, നല്ലൊരു സ്വഭാവമാണ്, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്, ഇമോഷണലി കണക്ട് ആകാൻ പറ്റിയൊരു നല്ലൊരു ഗെയിമറാണ്. അൻസിബയെക്കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. അത് നമുക്ക് അബി പുറത്തിറങ്ങുമ്പോഴും അൻസിബയായിട്ടുള്ള അവർ തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലാവും. ഒരു സിസ്റ്ററിനെ പോലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അൻസിബ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സിജോയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിജോ എല്ലാം പറഞ്ഞ് പഠിച്ച് വെച്ച കാര്യങ്ങൾ മാത്രം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു ഗെയിമറാണ്. ഞാൻ മികച്ചൊരു ഗെയിമറാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ കപ്പ് നേടുന്ന പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ഗെയിമറാണ്, അല്ലാണ്ട് ഒരു ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് അബി പറഞ്ഞത്. ജിൻഡോയെക്കുറിച്ച് പറയുമ്പോൾ ജിൻഡോയ്ക്ക് പുറത്തുള്ള ആൾക്കാർ ഏത് രീതിയിൽ ഇവിടെ കളിച്ചാൽ വോട്ട് ചെയ്യുന്ന ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. ജിൻഡോ നല്ലൊരു ഗെയിമറാണ്, ഏകദേശം ഒരു വിന്നറാവാൻ സാധ്യതയുള്ള ഒരു ഗെയിമർ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിലാണ് അബി പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ജാസ്മിൻ അതേപോലെ തന്നെ ഗബ്രിയെക്കുറിച്ചാണ്, ഇവരുടെ പ്രണയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരുപക്ഷെ പുറത്തിറങ്ങി എല്ലാവർക്കും ഇവരുടെ പ്രണയം ഫേക്കാണോ അല്ലയോ എന്നുള്ള അറിയാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ അബിയോട് ചോദിച്ചത് അങ്ങനെ തന്നെയാണ്. അബി പറഞ്ഞ ഉത്തരം ഇതാണ്: അവരുടെ പ്രണയം ഒരു നാടകമാണ്, അതൊരു പക്ക ഫേക്കാണ്, അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. എനിക്കതൊരു ജെനുവിനായിട്ടോ കാര്യങ്ങളായിട്ടോ തോന്നിയിട്ടില്ല. അവർക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നു എന്നല്ലാതെ അവർക്കിടയിൽ ഒരു പ്രണയവുമില്ല, അതൊരു എല്ലാം ഫേക്കാണ് എന്നുള്ള രീതിയിലാണ് അബി അവരെക്കുറിച്ച് പറയുന്നത്.